കോടികൾ വിലയുള്ള ആ വാളിന്റെ യഥാർത്ഥ അവകാശി ഈ വീടിനു വേണ്ടി ബലിയാടായ എന്റെ അനുജത്തി മാധുര്യ. നന്ദിനി, അതിബുദ്ധി കാണിച്ചാലേ തല പൊട്ടിത്തെറിക്കും. ഒരു സെക്കൻഡ് പോലും വേണ്ട എനിക്ക് നിന്നെ കൊല്ലാൻ. നന്ദിനി, അരുത്. ഓഹോ, പുലി പെട്ടെന്ന് പൂച്ചക്കുഞ്ഞായോ? നന്ദിനി, നന്ദിനി, ഇത് പിസ്റ്റലാണ്, സൂക്ഷിക്കണേ. എന്താടാ ചന്ദ്രഗിരി, ജീവനിൽ പേടിയുണ്ടല്ലേ? നീ വലിയ രാവണൻ എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. നീ ഒരു വാനരൻ പോലും അല്ല, പിന്നല്ല രാവണൻ. ചന്ദ്രഗിരി തറവാട്ടുകാരെല്ലാം നരഭോജികളാണെന്ന നാട്ടുകാർ പറയുന്നത്. ഇര പിടിക്കാൻ വയ്യാതെ വിശന്ന് വലയുന്ന കടുവകൾ നരഭോജികളായി മാറാറുണ്ട്. അങ്ങനെയുള്ളവയെ ചിലപ്പോ സർക്കാർ വെടിവെച്ച് കൊല്ലും. നന്ദിനി, അതുപോലെ നരഭോജി ദേവരാജനെ ഈ തോക്ക് കൊണ്ട് പൊട്ടിച്ച് ഞാൻ കൊന്നാൽ എന്നോട് ആരും ചോദിക്കില്ല. ആത്മരക്ഷാർത്ഥം, അത്രേ ഉള്ളൂ. പിന്നെ ഈ തോക്ക്, ഇത് കാർത്തിമോന്റെ സർവീസ് റിവോൾവർ അല്ല. എന്റെ അച്ഛൻ ചെമ്പകമംഗലത്ത് ജനാർദ്ദന കൈമളിന്റെ ലൈസൻസ് ഉള്ള പിസ്റ്റളാ. സീനിയർ സിറ്റിസൺ അച്ഛൻ. നീ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അച്ഛൻ ആത്മരക്ഷാർത്ഥം നിന്നെ വെടിവെച്ച് കൊന്നു. വേണ്ട മോളെ. അങ്ങനെയും വേണമെങ്കിൽ കോടതിയിൽ പറയാം. നന്ദിനി, പ്ലീസ്. ഈ തോക്ക് എവിടെയാ വച്ചിരിക്കുന്നെന്ന് എനിക്കും എന്റെ അച്ഛനും മാത്രമേ അറിയൂ. അമ്മ അതറിഞ്ഞിരുന്നെങ്കിൽ ഇതിനകം നിന്റെ കഥ തീർന്നേനെ. അച്ഛൻ ഇത് പല പ്രാവശ്യം എടുത്തതാ. സൽസ്വഭാവിയായ നിന്റെ ഭാര്യയുടെ നെറുകം തല നോക്കി പൊട്ടിക്കാൻ. ഇന്ദ്രജയുടെ. അപ്പോഴൊക്കെ ഞങ്ങളാ തടഞ്ഞത്. നിന്റെ ഭാര്യയുടെ ജീവൻ ഞങ്ങളുടെയൊക്കെ ദാനമാ. മനസ്സിലായോടാ? മനസ്സിലായി. നിന്റെ ഭാര്യ നീയും കൂടി ചെറുതായിട്ടൊന്നുമല്ല ഞങ്ങളെ കരയിപ്പിച്ചത്. അതിന്റെയൊക്കെ പക തീർക്കാൻ ഇതിലെ ഒരേ ഒരു ബുള്ളറ്റ് മതി. നിന്നെ പോലത്തെ പേയ പിടിച്ച നായ്ക്കളെ കൊല്ലണം. പൊട്ടത്തല പോലത്തെ നിന്റെ ഈ ചീഞ്ഞ തലയിലേക്ക് പൊട്ടിക്കട്ടേടാ ഒരെണ്ണം. പ്ലീസ് നന്ദിനി, അരുത്. പ്ലീസ്, മാപ്പ്, 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 മാപ്പ്. ഇനി ഇത്തരം വില കുറഞ്ഞ അഭ്യാസങ്ങളുമായിട്ട് ഈ പടി കടക്കൂടാ നീ. ഇല്ല, ഇത് ആദ്യത്തെയും അവസാനത്തെയും. എങ്കിൽ ചന്ദ്രഗിരി നടക്ക്. വേഗം. ജഗദീഷും കാർത്തിമോനും വന്ന അവർക്ക് ഈ തോക്കൊന്നും വേണ്ട. നിന്നെ അവര് തല്ലിക്കൊല്ലും. വേഗം നടക്ക്. ഓക്കേ, ഓക്കേ, ഓക്കേ. നടക്ക്. മോളെ, ചന്ദ്രഗിരി മുറിക്കകം മുഴുവൻ അരിച്ചു പെറുക്കി. തോന്നക്കൽ പഞ്ചായത്തിലെ അരികൾ പെറുക്കും പോലെ ഒന്നും കിട്ടിയില്ല. മഹാദ്രോഹി, നിന്നോട് ഇതിനെ കണക്ക് ചോദിക്കാതെ ഈ രാജലക്ഷ്മി അമ്മ വിടില്ലടാ. എന്റെ കാർത്തിയും ജഗദീഷും വന്നോട്ടെ. പോട്ടമ്മേ,
ഹിമഗിരിക്ക് ഒരു അബദ്ധം പറ്റിയതല്ലേ? ഹിമഗിരിയോ ചന്ദ്രഗിരിയോ ഹിമഗിരിയോ എന്തൊക്കെയല്ലേ? സോറി, ചന്ദ്രഗിരി. മൂപ്പർക്കിപ്പോ വലിയ കുറ്റബോധ അമ്മേ. വെറുതെ കയറി ശവത്തി കുത്തരുത്. ഞാൻ ഇറങ്ങിക്കോട്ടെ. ഹ, അങ്ങനെ അങ്ങ് പോയാലോ? കണക്കുകളൊക്കെ കൃത്യമായിരിക്കണ്ടേ ദേവരാജ? TDS പിടിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ കൃത്യമായിട്ട് തന്നേക്കാം. അതങ്ങ് മേടിച്ചോണ്ട് പോയാ മതി. ചെമ്പകമംഗലത്ത് ജനാർദ്ദന കൈമളിന് നേരെ ഇന്നേ വരെ ഒരാളും വിരൽ ചൂണ്ടിയിട്ടില്ല. പക്ഷേ നീ എന്റെ അച്ഛനെ തള്ളിയിട്ടു. ഞങ്ങള് ചെമ്പകമംഗലത്തുകാര് കട ഒന്നും ബാക്കി വെക്കാറില്ല. അച്ഛാ, കൊടുത്തു വിട്ടേക്കച്ഛാ. പാവം വിഷമിച്ച് നിൽക്കുക. നിനക്ക് തൃപ്തിയായോ? എന്നാലേ ഒരു ഓണസദ്യ ഉണ്ട് സന്തോഷത്തോടെ ചന്ദ്രഗിരി പോയാട്ടെ. ഇതെന്താ മറിമായം? നന്ദിന്റെ അടുത്ത് അയാളെ ചുരുട്ടിക്കൂട്ടി കളഞ്ഞല്ലോ. ഓ, എല്ലാ മാരണങ്ങളും ഈ വീട്ടിലേക്കാണല്ലോ. ആപത്തുകൾ ഒഴിയുന്നില്ലല്ലോ ദൈവമേ. ഒരാപത്തും ഇനി ചെമ്പകമംഗലത്തേക്ക് വരില്ലമ്മേ. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അമ്മ ധൈര്യമായിട്ടിരിക്കെ. മൈഥിലി വാ, എഴുന്നേക്ക് വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അയ്യോ, മൈഥിലി സൂക്ഷിച്ച് വാ, നടക്ക. പതുക്കെ നടക്ക, പതുക്കെ. എന്താ ഞാൻ എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്തു, എന്നിട്ട് ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. വാ. എന്താ മൈഥിലി? എനിക്ക് അല്പസമയം ഇരിക്കണം മീനാക്ഷി. അയ്യോ പറ്റില്ല മൈഥിലി, ഒരുപാട് ചോര പോയിട്ടുണ്ട്. വേഗം ഹോസ്പിറ്റലിൽ എത്തിയില്ലെങ്കിൽ അപകടമാണ്. അപകടം? ഇനി എന്ത് അപകടം ഉണ്ടാവാനാ? മൈഥിലി പ്ലീസ്, പറയുന്നൊന്ന് കേക്ക്. ഇപ്പൊ മീനാക്ഷി ഞാൻ പറയുന്നത് കേൾക്കണം. എനിക്ക് മീനാക്ഷിയോട് അല്പം സംസാരിക്കാനുണ്ട്. ഇപ്പൊ പറ്റില്ലെങ്കിൽ ഇനി ഒരു പക്ഷെ എനിക്ക് പറ്റില്ലെങ്കിലോ? പ്ലീസ് മീനാക്ഷി, ഏത് കൊടിയ കുറ്റവാളിക്കും അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കാറുണ്ട്. ആ പരിഗണനെങ്കിലും എനിക്ക്. മീനാക്ഷി പ്ലീസ്. എനിക്ക് ആ ചാരുകസേരെ തന്നെ ഇരിക്കണം. ഒരിക്കൽ ഞാൻ പ്രാണനായി സ്നേഹിച്ചവൻ എനിക്ക് മരണശിക്ഷ വിധിച്ച അതേ കസേരയില്.
സർ, എന്തായി ACP? വാള് മോഷ്ടിച്ചതാരാണെന്ന് ഇപ്പോഴും മനസ്സിലായില്ലേ? ഇതൊക്കെ മൈഥിലിയും വൈശാഖും കൂടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ACP കാർത്തിക് അന്ന് പോയത് നേരായ വഴിക്ക് തന്നെയായിരുന്നു. സർ എന്താ പറഞ്ഞു വരുന്നത്? വൈശാഖ് തന്നെയായി ഈ വാളുമോഷണ കേസിലെ പ്രതിയെന്ന്. അപ്പോ പുറത്തു നിൽക്കുന്ന സ്ത്രീയോ? സർ, ഇവരുമല്ല വൈശാഖുമല്ല സർ വാളുമോഷണ കേസിലെ പ്രതി മറ്റൊരാളാണ്. അതാരാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആളെ ഞാൻ നേരിട്ട് കൊണ്ടുവന്ന് കാണിച്ചു തരാം സർ. പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് സാറിനെ കൂടി ബോധ്യപ്പെടുത്തിയിട്ടേ ഞാൻ പ്രതിയുടെ അറസ്റ്റ് റെക്കോർഡിക്കലി രേഖപ്പെടുത്തുകയുള്ളൂ. എന്താ പോരെ? വൈശാഖ് വൈശാഖ് അവൻ മൈഥിലി, മൈഥിലി, മൈഥിലി. മൈഥിലി, എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് നീ എന്താ ഇങ്ങനെ? നാളെ 11 മണിക്ക് കോടതിയിലേക്ക് കൊണ്ടുവരണം. ശരി സാർ, ഞാൻ കൊണ്ടുവരാം. ആ, കാർത്തിക് സാറോ? ഇരിക്കും സാറേ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഓ, കാർത്തിക് സാറേ, ഞാനൊന്ന് വിളിക്കണമെന്ന് 2-3 വട്ടമായിട്ട് ആലോചിച്ചതാ. പിന്നെ ഈ ടെൻഷനൊക്കെ ഒന്ന് തീരട്ടെ എന്ന് കരുതി. ന്യൂസുകളെല്ലാം TV-യിൽ നിന്നറിഞ്ഞു. മീഡിയക്കാർക്ക് ചാകരയായിരുന്നു. അവര് നന്നായിട്ട് ആഘോഷിക്കുകയും ചെയ്തു. അവൾ ആഘോഷിക്കട്ടെ വക്കീല്. ഏത് കള്ളങ്ങളും കുറെ നാൾ കഴിയുമ്പോൾ പൊളിയുമല്ലോ. ആ, അത് ശരിയാ. ആ മീഡിയക്കാരുടെ മനഃപൂർവ്വമായിട്ടുള്ള അറ്റാക്ക് കണ്ടാലറിയാം ഇത് കരുതിക്കൂട്ടിയാണെന്ന്. സംശയം എന്താ വക്കീല്? കരുതിക്കൂട്ടി തന്നെയാ. ആ തല്ലുകൊണ്ട മഞ്ഞപ്പത്രക്കാരനില്ലേ, പടക്കം പീതാംബരൻ എന്നാ അവന്റെ പേര്. അവൻ നമ്മുടെ ഇന്ദ്രജ മേഡത്തിന്റെ ആളാ. ഇവനെന്തോ ഫോൺ എടുക്കാത്തെ? ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയാ വക്കീല്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം. ആ, പറ സാറേ. ഇപ്പം നടക്കുന്ന കാര്യങ്ങളെല്ലാം എന്നോടും എൻ്റെ കുടുംബത്തോടുമുള്ള വ്യക്തിവൈരാഗ്യം തീർക്കല. അതുകൊണ്ട് തന്നെ മീനാക്ഷിയെ അവർ കുരുക്കും. അവൾക്കൊരു മുൻകൂർ ജാമ്യം എടുത്തു വെക്കുന്നതല്ലേ അതിൻ്റെ ബുദ്ധി. ഓഫ് കോഴ്സ്, അങ്ങനെ ചിന്തിച്ചത് നന്നായി. അത് അത്യാവശ്യമാണ്. അപ്പോൾ അതിനാവശ്യമായ കാര്യങ്ങളെല്ലാം വക്കീൽ ചെയ്തോ? അതിനെന്താ, അത് എന്റെ ജോലിയല്ലേ. അതിനു വേണ്ട നടപടികളെല്ലാം ഞാൻ ചെയ്തോളാം. എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് വക്കീൽ അതിന്റെ കാര്യങ്ങൾ ചെയ്യും. ഞാൻ ഇറങ്ങിക്കോട്ടെ. ശരി. ആ പിന്നെ സാറേ, ഈ മാധവ് മന്ദിരത്ത് ഇന്ദ്രജ എന്ന് പറയുന്നത് സാറിന്റെ അച്ചമ്പങ്ങളല്ലേ? അതെ. ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. അവരാണ് ഇതിന് പിന്നിലെന്ന് ഒരു റൂമറുണ്ട്. ആ ACP ഇല്ലേ, സഹീർ അത്തങ്ങൾ,
അവരെവിടെ ചെന്നാലും പ്രശ്നക്കാരിയാ. അവരെ ഇങ്ങോട്ട് കെട്ടി ഇറക്കിയിരിക്കുന്നത് തന്നെ ആ ഇന്ദ്രജയാണെന്ന് കേട്ടു. കുറെ നേരം ആയല്ലോ അമ്മേ. അമ്മ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്താ അമ്മേ കാര്യം? ഒന്നുമില്ല. അടുത്തതായി വരുന്ന മാരണ എന്താണെന്ന് ആലോചിച്ച് അങ്ങനെ അങ്ങ് നിന്നുപോയതാ. ഹോ, ഇതിനകത്ത് സമാധാനം ഒന്നൊരു സംഗതിയില്ലല്ലോ. എല്ലാം മാറും അമ്മേ. മാറാതെ എവിടെ പോവാനാ? ഓഹോ, നീയും തുടങ്ങിയ ഉപദേശം. അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇവരെ മേലോട്ടും താഴോട്ടും ഒഴിയാൻ പറ്റില്ല. ഇരുതല മൂർച്ചയുള്ള വാള. ആ, നന്ദിനി എവിടെ മാലതി? ആ, കോണിന്ന് വീണിട്ട് അച്ഛന്റെ കൈയും കാലൊക്കെ നല്ല വേദനയുണ്ട്. നന്ദിനിടത്തി എന്താ കുഴമ്പ് പുരട്ടി ചൂട് പിടിക്കാം. അല്ലമ്മേ, ആ ചന്ദ്രഗിരി ഇവിടെ വന്നത് സത്യത്തിൽ എന്ത് ഉദ്ദേശത്തിലാ? അയാള് സാവിത്രിച്ചിയുടെ മുറിയാണല്ലോ മൊത്തം പരിശോധിച്ചത്. അയാള് സാവിത്രിച്ചിയുടെ മുറി തന്നെ പരിശോധിക്കണമെങ്കിലേ അതിന് തക്കതായ എന്തോ ഒരു കാര്യം കാണും. തന്നെയല്ല, ഈ ഇടയായിട്ട് സാവിത്രിയേച്ചി ഒത്തിരി മാറിയിട്ടുണ്ട്. അധികമായിട്ട് സംസാരിക്കില്ല, ഒരു കാര്യത്തിനും ഒരു അഭിപ്രായവും പറയത്തില്ല. വല്ലാത്തൊരു മാറ്റം. അമ്മയുടെ മോളാ. കാര്യത്തോട് അടുക്കുമ്പോ നിങ്ങൾ ചക്കരയുടെയും തേങ്ങയൊക്കെ ആവും, ഞാൻ ഔട്ടും. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല അമ്മേ. അല്ല, നാത്തൂനും നാത്തൂനും തമ്മിൽ വീണ്ടും അടുത്തിട്ടുണ്ടോന്നാ എന്റെ ഒരു സംശയം. നാത്തൂനും നാത്തൂനോ? അതാരാ? ഇന്ദ്രേച്ചി സാവിത്രിയേച്ചിയും. അവര് തമ്മില് പിന്നെ ഒന്നായെന്നാ എന്റെ ഒരു തോന്നല്. ദേ, വെറുതെ ഏഷണി കയറ്റണ്ട. നിന്റെ കാര്യം നോക്കിപ്പോ. ദേ, ഞാൻ വീണ്ടും ഔട്ട്. എത്രയായി? 75. അമ്പലത്തിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് സമാധാനമായിട്ട് തൊഴാൻ പറ്റി. നന്ദിനിയടുത്ത് എവിടെയമ്മേ? സാവിത്രി ഒന്ന് നിന്നേ. എന്താ അമ്മേ? എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഭാര്യ മാറി ഭർത്താവ് കയറി നിരങ്ങാൻ തുടങ്ങി ചെമ്പകമംഗലത്ത്. എന്താ അമ്മേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഏത് ഭാര്യ, ഏത് ഭർത്താവ്? ഞാനേ നമ്പ്യാരുടെ മകൾ ഇന്ദ്രജയെ കുറിച്ചാ പറഞ്ഞത്. നിന്റെ ഭർത്താവിന്റെ പെങ്ങൾ. അവളിപ്പോ അവളുടെ ഭർത്താവിനെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നു. ആ നരഭോജി ദേവരാജൻ. ദേവരാജേട്ടനോ? ആ ചേട്ടൻ തന്നെ. അയാൾ ഇവിടെ വന്ന് എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയെന്ന് നിനക്കറിയാമോ? എഴുന്നള്ളത്തിന് കൊണ്ടുവന്ന കൊമ്പന് മത ഇളകിയത് പോലെ ആയിരുന്നു. അയാൾ ഇവിടെ നശിപ്പിച്ചു കളഞ്ഞു. അയാൾ എന്ത് കാട്ടിക്കൂട്ടിയെന്നാ നിങ്ങളീ പറയുന്നേ? പറയാം. അല്ല, അയാൾ എന്തിനാ നമ്മുടെ വീട്ടിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്? അത് തന്നെയാ ഞാനും ചോദിക്കുന്നേ. അവനും ആ ഇന്ദ്രജയും കൂടി ആലോചിച്ചതിന് ശേഷം ഇതിനകത്ത് കയറി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാ. അതെ, നീയോ അവരും തമ്മിൽ എന്തെങ്കിലും ഇടപാടുണ്ടോ? എന്തിടപാട്? എനിക്കറിയില്ല, അറിയാൻ വേണ്ടിയാ ചോദിക്കുന്നത്. രാമഭദ്രൻ എന്താ ഇത്രയും നാളായിട്ട് വരാത്തത്? അവനും ഇതിന്റെ പിന്നിലുണ്ടോ? എടി, ചോദിച്ച കേട്ടില്ലേ? അമ്മ എന്താ അമ്മ ഇങ്ങനൊക്കെ പറയുന്നേ? പാവം രാമേട്ടൻ അങ്ങ് ദുബായിലല്ലേ? വെറുതെ എന്തിനാ രാമേട്ടൻ ഇങ്ങനെ അവിശ്വസിക്കുന്നേ? ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമല്ലേ? ജീവന് തുല്യം സ്നേഹിച്ച് വിശ്വസിച്ച എന്റെ കൊച്ചുമകളാ എനിക്കിട്ട് ഈ പണി തന്നത്. മീനാക്ഷി അങ്ങനെ ചെയ്തതിന് ഞാൻ രാമേട്ടനും എന്ത് പഠിച്ചു? ആ ദേവരാജൻ എന്തോ ഉന്നോ ഇട്ടുകൊണ്ടാ ഇങ്ങോട്ട് കയറിയത്.
അവൻ വാരി വലിച്ചിട്ട് മുഴുവൻ പരിശോധിച്ചതേ നിന്റെ മുറിയ. അല്ല, നിന്റെ മുറി മാത്രം ഇങ്ങനെ പരിശോധിക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാകണമല്ലോ. അതിന് മാധവ മന്ദിരത്തിലെ വസ്തുക്കളുടെ തീരാധാരം ഒന്നും ഞാനോ രാമേട്ടനോ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലല്ലോ. അതൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ചില സംശയങ്ങളുണ്ട്. നന്ദിനിക്കുണ്ടായി ചില സംശയങ്ങൾ അവൾ എന്നോട് പങ്കുവച്ചതാ. നന്ദിനിടത്തെ അല്ലെങ്കിലും പട പിടിപ്പിക്കാൻ ബഹുമിടിക്കാണല്ലോ. അവൾക്ക് ഏഷണിയും പരദൂഷണവും ഒന്നുമില്ല. സ്വയം നശിച്ചാലും മറ്റുള്ളവരെ നശിപ്പിക്കാൻ കൂട്ടു നിൽക്കുകയില്ല. അല്ല, നീ എന്തിനാ പല പ്രാവശ്യം മീനാക്ഷിയുടെ മുറി കയറിയത്?